students, welcome to today's class. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പി ബ്ലോക്കിലെ ഗ്രൂപ്പ് 17 എലമെന്റ് ആയ ക്ലോറിനെ പറ്റിയാണ് പഠിക്കുന്നത്. ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 70, ആറ്റോമിക് മാസ് 35.453. ഓർക്കുക, ആറ്റോമിക് നമ്പർ 70 ക്ലോറിൻ. Chlorine was discovered by Scheele at 1774. In the origin of name come from the Greek word chloros, which means pale green. Scheele ആണ് ഇത് കണ്ടുപിടിച്ചത്. ക്ലോറിന്റെ കളറ് ഒരു പെയിൽ ഗ്രീൻ ആണ്. He obtained it through the reaction of the mineral pyrolusite. Pyrolusite എന്ന് പറഞ്ഞാൽ മാംഗനീസ് ഡയോക്സൈഡ് റിയാക്ഷൻ വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. MnO2ഉം HClഉം കൂടെ കമ്പൈൻ ചെയ്തപ്പോഴാണ് ക്ലോറിൻ ഗ്യാസ് ഷീലിന് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് 1774 ഈ കണ്ടുപിടുത്തം നടന്നത്. ഈ ക്ലോറിനെ പറ്റി പറയുകയാണെങ്കിൽ, ക്ലോറിൻ ഇസ് ദ നോൺ മെറ്റാലിക് കെമിക്കൽ, നോൺ മെറ്റൽ ആണ്. അതിന്റെ സിമ്പൽ Cl. ക്ലോറിൻ ഈസ് ഹൈലി പോയിസൺ, കളറ് ഗ്രീനിഷ് യെല്ലോ ഗ്യാസ്. ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യാണ്, ക്ലോറിൻ ഗ്യാസ് കളറ് ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് ആണ്. ഈ ഇതിന്റെ നേച്ചർ തന്നെ പോയിസൺ ആണെന്ന് പറഞ്ഞു. ഈ യുദ്ധങ്ങളിലൊക്കെ വിഷവാതകമായിട്ടൊക്കെ ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്. ക്ലോറിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒന്ന് നമുക്ക് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലോറിൻ ഈസ് എ ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഡെൻസിറ്റി ഓഫ് ക്ലോറിൻ 3.214 gram per liter ആണ്. ആൻഡ് ഇസ് 2.5 times heavier than air. ക്ലോറിൻ ഈസ് soluble in water. ക്ലോറിൻ വെള്ളത്തിൽ ലയിച്ചാൽ അത് ക്ലോറിൻ വാട്ടർ ആവുന്നു. Chlorine water consists of chlorine, hydrochloric acid and hypochlorous acid. ഇത് ക്ലോറിൻ ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. ക്ലോറിൻ ബ്ലീച്ചിങ് ഏജന്റ് ആണ് വെള്ളത്തിൽ ലയിച്ചു കഴിയുമ്പോൾ. ക്ലോറിന്റെ ബോയിലിംഗ് പോയിന്റ് -34.05 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് -101 ഡിഗ്രി സെൽഷ്യസ് ആണ്. -101 ഡിഗ്രി സെൽഷ്യസ്. ക്ലോറിന്റെ പ്രിപ്പറേഷൻ ലാബിൽ നമുക്ക് ക്ലോറിൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. MnO2 plus HCl gives MnCl2 plus 2H2O plus Cl2. By heating manganese dioxide with the concentrated HCl. By heating manganese dioxide with the concentrated HCl. എന്നിട്ട് നമുക്ക് ക്ലോറിൻ ലാബിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അതിന് ഇക്വേഷൻ MnO2 plus 4HCl gives MnCl2 plus 2H2O plus Cl2. രണ്ടാമത്തെ മെത്തേഡാണ് ബൈ ദ ആക്ഷൻ ഓഫ് HCl ഓൺ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ആദ്യത്തിനകത്ത് HClഉം മാംഗനീസ് ഡയോക്സൈഡുമായിരുന്നു. രണ്ടാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡിനകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റും HClഉം ആണ്. എന്താണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ സിമ്പല്? ഫോർമുല KMnO4 plus HCl gives MnCl2 plus 2KCl plus 8H2O plus 5Cl2. നോക്കൂ, നമുക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് ആണ് Cl2. ഈ ഇക്വേഷൻസ് നിങ്ങൾ ഒന്ന് എഴുതി പഠിക്കണം. രണ്ടിടത്തെയും ആസിഡ് HCl തന്നെയാണ്. മറ്റേ റിയേജന്റ് മാംഗനീസ് ഡയോക്സൈഡ് ആണ്. ഒരിടത്തെ റിയേജന്റ്, രണ്ടാമത്തെ റിയാക്ഷനകത്ത് പൊട്ടാസ്യം പെർമാനേറ്റ്. ഇത്രേ വ്യത്യാസമുള്ളൂ. രണ്ടിടത്തും നമുക്ക് എന്താണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ക്ലോറിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നു. നമുക്ക് വേറൊരു മാനുഫാക്ചറിങ് മെത്തേഡും കൂടി ഉണ്ട്. ഡെക്കോൺ പ്രോസസ് എന്നാണ് പറയുന്നത്. ഡെക്കോൺ പ്രോസസ്സിനകത്തും HCl തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാം. ബൈ ദ ഓക്സിഡേഷൻ ഓഫ് HCl ഗ്യാസ് ബൈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് CuCl2 ടെമ്പറേച്ചർ 723 കെൽവിൻ ആണ്. ഇവിടെ 723 കെൽവിൻ. അന്നേരം നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ക്ലോറിന്റെ സോഴ്സ് ആയിട്ട് വരുന്നത് HCl ആണ്. HCl
അതുപോലെ തന്നെ അടുത്തൊരു പ്രോസസ്സാണ് ഇലക്ട്രോലിറ്റിക് പ്രോസസ്സ്. ഇലക്ട്രോലിറ്റിക് പ്രോസസ്സിനകത്ത് സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകുന്നു. അത് ഇലക്ട്രോലിറ്റിക് പ്രോസസ്സാണ്. നമ്മളിവിടെ 4 ടൈപ്പ് മെത്തേഡാണ് ക്ലോറിൻ്റെ പ്രിപ്പറേഷൻ പഠിച്ചത്. അതിനകത്ത് ഡെക്കോൺ പ്രോസസ്സൊക്കെ ഓർത്തിരിക്കുക. നമ്മൾ KMnO4 HCl കൂടി ചേരുമ്പോൾ ക്ലോറിൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്നു. ഇവിടുത്തെ ഈ ഫിഗർ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, KMnO4 ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ HClന്റെ സാന്നിധ്യത്തിൽ റിയാക്ട് ചെയ്ത് അത് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് ഇവിടെ കളക്ട് ചെയ്യുന്നു. ക്ലോറിൻ ഗ്യാസ് ആയിട്ട് കളക്ട് ചെയ്യുന്നു. ഇതിന്റെ അപ്പാറ്റസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Add concentrate HCl dropwise into a small quantity of potassium permanganate crystal in a flask. പൊട്ടാസ്യം പെർമാനേറ്റ് ആണ്, വയലറ്റ് കളറാണ്, അത് ഫ്ലാസ്കിനകത്തുണ്ട്. ഇനി ഇതിൽ നിന്നുണ്ടാകുന്ന ക്ലോറിൻ ഈസ് കളക്റ്റഡ് ബൈ അപ്വേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എയർ ഇൻ ഹുഡ്. ഇവിടെ ക്ലോറിൻ ഗ്യാസ് കളക്ട് ചെയ്യുന്നു. അന്നേരം ഇതൊരു പ്രിപ്പറേഷൻ മെത്തേഡാണ് ക്ലോറിൻ ഗ്യാസിന്റെ ബൈ യൂസിങ് KMnO4 ആൻഡ് HCl. വേറൊരു പ്രിപ്പറേഷൻ മെത്തേഡ് ഇവിടെയും MnO2 NaCl ആണ്. കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡിന്റെ സാന്നിധ്യത്തിൽ ഇത് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നു? നമുക്ക് ക്ലോറിൻ ഗ്യാസ് ഇവിടെ പ്രിസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നു. അന്നേരം ലാബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് ഹാലജൻ എക്സെപ്റ്റ് ഫ്ലൂറിൻ ഒഴിച്ച് നമുക്ക് എങ്ങനെ വേണേലും ഇത് ഉണ്ടാക്കാൻ പറ്റും. അന്നേരം ഇവിടെ നമ്മളിപ്പം പ്രിപ്പയർ ചെയ്യുന്നത് ക്ലോറിനാണ്, ഓർത്തിരിക്കുക. MnO2 വെച്ച് ആക്കാം. രണ്ടാമത്തെ പ്രോസസ്സ് നമ്മൾ പറഞ്ഞാൽ ഡെക്കോൺ പ്രോസസ്സ്. നമുക്ക് ക്ലോറിൻ്റെ പ്രിപ്പറേഷൻ കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരണം ഡെക്കോൺ എന്നുള്ള ആ പേര്. ഡെക്കോൺ പ്രോസസ്. ക്ലോറിൻ ക്യാൻ ബി മാനുഫാക്ചർഡ് ബൈ ഓക്സിഡേഷൻ ഓഫ് HCl ഇൻ ദ പ്രസൻസ് ഓഫ് കുപ്രസ് ക്ലോറൈഡ്. കുപ്രസ് ക്ലോറൈഡിന്റെ സാന്നിധ്യത്തിലാണ് അതാകേണ്ടത്. HCl പ്ലസ് O2 ഇൻ പ്രസൻസ് ഓഫ് CuCl2 2Cl2 പ്ലസ് H2O ഉണ്ടാകുന്നു. ഇവിടെയും എന്താണ് ആസിഡായിട്ട് എടുക്കുന്നത്? HCl ആണ് എടുത്തിരിക്കുന്നത്. HClന് ഓക്സിഡേഷൻ നടന്ന് ക്ലോറിൻ ഗ്യാസായി മാറുന്നു. ഇതിന്റെ ഫിഗർ ആണ് ഈ കാണുന്നത്. ഡെക്കോൺ പ്രോസസ്സിനകത്ത് ഉള്ള ഫിഗർ ആണ്, അത് അപ്പാറ്റസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അന്നേരം ഓർത്തിരിക്കുക ഡെക്കോൺ പ്രോസസ്. ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞായിരുന്നു അല്ലെ? ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡിന്റെ ഫിഗർ ആ അപ്പാറ്റസിന്റെ പേര് ഇതാണ്, നെൽസൺ സെല്ല്. ആ നെൽസൺ സെല്ലാണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നത്. സാച്ചുറേറ്റഡ് സോഡിയം ക്ലോറൈഡ് അതിനകത്തോട്ട് കറണ്ട് കടത്തിവിടുമ്പോൾ ആനോഡിൽ ചെന്ന് ക്ലോറിൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ക്ലോറിൻ ആനോഡിലോട്ട് കളക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ക്ലോറിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്. ഇലക്ട്രോളിസിസിനകത്ത് സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രോളിസിസ് നടത്തിയാണ് നമുക്ക് ക്ലോറിൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്. പല മെത്തേഡ്സാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലോറിന്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ക്ലോറിൻ ഇസ് എ ഹൈലി ടോക്സിക് ആണ്. കളറ് ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് ആണ്. ഹാസ് എ പഞ്ചന്റ് ഓർഡർ ആൻഡ് ഫ്യൂംസ് ഇൻ മോയിസ്ചർ. റിയാക്ഷൻ ഓഫ് ക്ലോറിൻ വിത്ത് മെറ്റൽസുമായിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്യുന്നുണ്ട്. അലൂമിനിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു, സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. അലൂമിനിയം ക്ലോറൈഡ് ഉണ്ടാകണമെങ്കിൽ അലൂമിനിയമായിട്ട് റിയാക്ട് ചെയ്യണം. സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ സോഡിയം പ്ലസ് Cl2 gives NaCl. അതുപോലെ തന്നെയുള്ള റിയാക്ഷൻ നടത്തുന്ന എലമെന്റ് ആണ് ഹൈഡ്രജനും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്ത് HCl ഉണ്ടാകുന്നു. H2S plus Cl2 gives HCl plus സൾഫർ. ഓർത്തിരിക്കുക പ്രോപ്പർട്ടീസ് ഓഫ് ക്ലോറിൻ. A mixture of chlorine and hydrogen exploded when exposed to sunlight to give hydrogen chloride. In the dark, no reaction occurs. So, activation of the reaction by light energy is required. A mixture of chlorine and hydrogen explodes when exposed to sunlight. സൺലൈറ്റിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ എക്സ്പ്ലോഷൻ നടക്കുന്നു. എന്നാൽ നോ റിയാക്ഷൻ ആണ് ഡാർക്കിൽ. സൺലൈറ്റ് വേണം അവിടെ. സോ ആക്ടിവേഷൻ ഓഫ് ദ റിയാക്ഷൻ ബൈ ലൈറ്റ് എനർജി ഈസ് റിക്വയർഡ്. ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഇവിടെ ഈ റിയാക്ഷൻ നടത്തുള്ളൂ. ക്ലോറിൻ പ്ലസ് H2 gives 2HCl. ഇതാണ് എ മിക്സ്ചർ ഓഫ് ക്ലോറിൻ ആൻഡ് ഹൈഡ്രജൻ എക്സ്പ്ലോഡ്സ് വെൻ എക്സ്പോസ് ടു സൺലൈറ്റ്. ഹാലജനുമായിട്ട് മീഥെയിൻ
ഓർഗാനിക് കോമ്പൗണ്ട് ആയ മീഥൈൻ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ CH3Cl പ്ലസ് HCl CH3Cl പ്ലസ് HCl ആണ് ഉണ്ടാകുന്നത്, അതായത് മീഥൈൽ ക്ലോറൈഡ്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആയ ആൽക്കീനും ആൽക്കൈനും റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അഡീഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. CH2 ഡബിൾ ബോണ്ട് CH2 ബ്രേക്ക് ചെയ്തിട്ട് CH2Cl സിംഗിൾ ബോണ്ട് ആയിട്ട് മാറുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ റിയാക്ഷൻസ്. ഇനി ക്ലോറിൻ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എങ്ങനെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ഫോർമുല എന്താണ്? NaOH. Cl2 plus NaOH gives NaCl plus NaClO3 plus H2O. Chlorine react with a hot solution of sodium hydroxide to give a mixture of sodium chloride and sodium chloride. എന്താണ് സോഡിയം ക്ലോറൈഡ്? നമുക്കറിയാം, അതിന്റെ പേര് NaCl ആണെന്ന് അതിന്റെ ഫോർമുല അറിയാം. എന്നാൽ സോഡിയം ക്ലോറൈഡ് കേട്ടിട്ടില്ല അല്ലേ? എന്താണ് സോഡിയം ക്ലോറൈഡ്? NaClO3 പറയുന്ന പേരാണ് സോഡിയം ക്ലോറൈറ്റ്. NaClO3 ഓർത്തിരിക്കുക. അന്നേരം ക്ലോറിന്റെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. എന്താണ് അതിന്റെ കണ്ടീഷൻ? ഹോട്ട് സൊല്യൂഷൻ ആട്ടോ, ഹോട്ട് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ക്ലോറിൻ വെള്ളവുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്കൊന്ന് പഠിക്കാം. ക്ലോറിൻ H2O റിയാക്ട് ചെയ്യുവാണെങ്കിൽ HCl പ്ലസ് HClO ആയി മാറുന്നു. ഇവിടെ HCl നിങ്ങൾക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, എന്നാൽ HClO എന്താണെന്ന് അറിയത്തില്ല അല്ലേ? അന്നേരം നമുക്ക് പഠിക്കാം. HClO എന്ന് പറഞ്ഞാൽ ഹൈപ്പോക്ലോറസ് ആസിഡ്. എന്താണ്? ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് വെരി സ്റ്റേബിൾ ആൻഡ് ദ സൊല്യൂഷൻ റെഡിലി ഡീകമ്പോസസ്. സൊല്യൂഷൻ ഡീകമ്പോസ് ചെയ്യുന്നു. സൊല്യൂഷൻ HClO ഡീകമ്പോസ് ചെയ്ത് നമുക്ക് അത് നെയ്സൻ ഓക്സിജൻ കിട്ടുന്നു കേട്ടോ. ഇവിടെ പറയാണ് റെഡിലി ഡീകമ്പോസസ് എസ്പെഷ്യലി വെൻ എക്സ്പോസ് ടു സൺലൈറ്റ് ഈൽഡിങ് ഓക്സിജൻ. ഓർത്തിരിക്കുക. നമ്മളവിടെ പഠിച്ചത് ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ വാട്ടർ ആണ്. ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ വാട്ടർ. ഇനി അമോണിയയുമായിട്ട് എങ്ങനെയാണ് ക്ലോറിൻ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. അമോണിയയുടെ ഫോർമുല എന്താണ്? അമോണിയയുടെ ഫോർമുല NH3 അല്ലെ? അന്നേരം വിത്ത് എക്സസ് അമോണിയ ക്ലോറിൻ ഗീവ്സ് നൈട്രജൻ ആൻഡ് അമോണിയം ക്ലോറൈഡ്. വിത്ത് എക്സസ് അമോണിയ നമുക്കൊന്ന് അതിന്റെ റിയാക്ഷൻ നോക്കാം. എക്സസ് അമോണിയ എന്നുള്ള കണ്ടീഷൻ ഓർക്കുക. 8 NH3 പ്ലസ് 3 Cl2. എന്നാൽ ഇവിടെ എക്സസ് ആണ്. കാര്യം എന്താണ്? 8 3നേക്കാളും കൂടുതലാണ് 8 അല്ലെ? അതുകൊണ്ട് എക്സസ് അമോണിയ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്താൽ NH4Cl പ്ലസ് N2 ഉണ്ടാകുന്നു. NH4Cl പ്ലസ് N2. ഓക്കെ. അടുത്ത കണ്ടീഷൻ പറയാണ് അമോണിയയും ക്ലോറിനും തമ്മിലുള്ള റിയാക്ഷൻ തന്നെയാണ്, എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്നത് എക്സസ് ക്ലോറിനാണ്. എക്സസ് ക്ലോറിൻ എന്ന് പറയുമ്പോൾ ആ റിയാക്ഷൻ നോക്കാം. NH3 പ്ലസ് 3 Cl2. 3 കൂടുതൽ അല്ലെ? NH3 1 ഉള്ളൂ. എന്നാൽ ഇവിടെ എക്സസ് Cl2 അമോണിയ കമ്പൈൻ ചെയ്താൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് NCl3 പ്ലസ് HCl. അന്നേരം ഒരേ റിയാക്ഷൻ തന്നെ, പക്ഷെ കണ്ടീഷൻസ് മാറുന്നു. എക്സസ് അമോണിയ ആണെങ്കിൽ പ്രൊഡക്റ്റ് NH4Cl ആണ്. എക്സസ് ക്ലോറിൻ ആണെങ്കിൽ അവിടുത്തെ പ്രൊഡക്റ്റ് NCl3 HCl ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. അന്നേരം നിങ്ങൾ ഇതൊന്ന് എഴുതി പഠിക്കണം. ഇതിന്റെ കണ്ടീഷൻ മാറി മാറി എക്സസ് എന്നുള്ള കാര്യങ്ങൾ. ഒരിടത്ത് എക്സസ് അമോണിയ, രണ്ടാമത്തെ റിയാക്ഷനകത്ത് എക്സസ് ക്ലോറിൻ. ഇനി ക്ലോറിൻ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു സോഡിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്ലോറൈറ്റും കിട്ടുന്നു. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് കിട്ടുന്നു. വിത്ത് കോൾഡ് ആൻഡ് ഡൈല്യൂട്ട് ആൽക്കലി ക്ലോറിൻ പ്രൊഡ്യൂസസ് എ മിക്സ്ചർ ഓഫ് ക്ലോറൈഡ് ആൻഡ് ഹൈപ്പോക്ലോറൈറ്റ്. ഡൈല്യൂട്ടുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. ഇനി കോൺസെൻട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? With a hot and concentrate alkali, it give a chlorides and chlorate. ഓർത്തിരിക്കുക വ്യത്യാസം. സോഡിയം ഹൈഡ്രോക്സൈഡ് കോൾഡ് ആൻഡ് ഡൈല്യൂട്ട് ആണെങ്കിൽ പ്രൊഡക്റ്റ് ക്ലോറിൻ തരുന്നത് സോഡിയം ക്ലോറൈഡും സോഡിയം NaOCl-ഉം H2O-യുമാണ്. എന്നാൽ കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് കിട്ടും NaCl-ഉം NaClO3-യും H2O-യും. NaClO3-യും H2O-യുമാണ് നമുക്കിവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അന്നേരം നിങ്ങൾ ഓർത്തിരിക്കാമല്ലോ, വ്യത്യാസം എഴുതി പഠിക്കുക. NaCl NaOCl, ഇവിടെ NaCl
NaClO3. രണ്ട് റിയാക്ഷനകത്തും കോമൺ ആയിട്ട് NaClഉം H2Oയും ഉണ്ട്. വ്യത്യാസം ഡൈലൂട്ട് NaOH ആണെങ്കിൽ NaOCl, കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ NaClO3. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലോറിൻ ഉപയോഗിച്ച് ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യാം. കാൽസ്യം ഹൈഡ്രോക്സൈഡും ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാകുന്നു. ബ്ലീച്ചിങ് പൗഡറിന്റെ ഫോർമുലയാണ് CaOCl twice. CaOCl twice. നമുക്കിവിടെ കാണാം ഇതിന്റെ ഫോർമുല 2Cl2 പ്ലസ് 2 കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഗീവ്സ് CaOCl2. നോട്ട് ചെയ്യുക, CaOCl2 നമ്മൾ പറയുന്ന പേരാണ് ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ, CaOCl twice ബ്ലീച്ചിങ് പൗഡർ പ്ലസ് CaCl2 പ്ലസ് 2H2O. ഓർത്തിരിക്കാമല്ലോ, പ്രിപ്പറേഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ. ഇതിന് ക്ലോറിൻ ഓക്സിഡൈസ് ചെയ്യുന്നു. ക്ലോറിൻ ഇസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. ക്ലോറിൻ ഓക്സിഡൈസസ് അയൺ 2 ക്ലോറൈഡ് ടു അയൺ 3. എന്താണ് അയൺ 2 എന്ന് ഉദ്ദേശിക്കുന്നത്? അയൺ 2 എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട അവസ്ഥ. Fe2 പ്ലസ് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. Fe3 പ്ലസ് എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? Fe3 പ്ലസ് ആവുമ്പോൾ Fe2 പ്ലസിൽ നിന്ന് 1 ഇലക്ട്രോണും കൂടെ അങ്ങ് പോയി, ഓക്സിഡേഷൻ സംഭവിച്ചു. എന്നിട്ട് നമുക്കിവിടെ പറയാം ക്ലോറിൻ ഇസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. ക്ലോറിൻ FeCl2മായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ക്ലോറിൻ FeCl2നെ FeCl3 ആക്കി മാറ്റുന്നു. FeCl2നെ FeCl3 ആക്കി ക്ലോറിൻ മാറ്റുന്നു. ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. Fe2 പ്ലസ് ആണ് ഇവിടെ, അത് ഓക്സിഡൈസ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ Fe3 പ്ലസ് ആയി മാറുന്നു. ഓക്കെ, ക്ലോറിൻ ഡിസ്പ്ലേസസ് ദ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ബ്രോമിൻ ആൻഡ് അയഡിൻ ഫ്രം ദെയർ റെസ്പെക്റ്റീവ് സോൾട്ട്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ക്ലോറിൻ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ബ്രോമിനെയും അയഡിനെയും. ക്ലോറിനേക്കാളും ഇലക്ട്രോനെഗറ്റീവ് ആരാണ്? മുകളിൽ ഈ 17 ഗ്രൂപ്പിനകത്ത് മുകളിലുള്ള ആറ്റം ഫ്ലൂറിൻ. ഫ്ലൂറിനാണ് ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ക്ലോറിൻ. ക്ലോറിനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ള ആൾക്കാരാണ് അയഡിനും ബ്രോമിനും. അന്നേരം പൊട്ടാസ്യം ബ്രോമൈഡും ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്താൽ ക്ലോറിൻ എന്ത് ചെയ്യും? പൊട്ടാസ്യം ബ്രോമൈഡിനെ തള്ളി മാറ്റി അങ്ങോട്ട് കയറിയിരിക്കും. അന്നേരം പൊട്ടാസ്യത്തിൽ നിന്ന് ബ്രോമിൻ ഔട്ടായിട്ട് ക്ലോറിൻ ആ സ്ഥാനത്ത് കയറിയിരിക്കും. അതാണ് KCl ആയി മാറുന്നു. KCl നമ്മുടെ പാവം ബ്രോമിൻ എന്തായി മാറുന്നു? Br2 ആയിട്ട് അങ്ങ് പുറത്തേക്ക് തള്ളിപ്പോകുന്നു. അതിന് പറയാണ് ക്ലോറിൻ ഡിസ്പ്ലേസസ് ദ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ബ്രോമിൻ ആൻഡ് അയഡിൻ ഫ്രം ദെയർ റെസ്പെക്റ്റീവ് സോൾട്ട്. ഓക്കെ, ഇതെങ്ങനെ പറയാം? Cl2 പ്ലസ് KBr ഗീവ്സ് KCl പ്ലസ് Br2. ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഓൾസോ ക്ലോറിൻ റിമൂവ്സ് ഹൈഡ്രജൻ ഫ്രം ദ ഹൈഡ്രേറ്റ്സ് ഓഫ് നോൺ മെറ്റൽസ്. നമുക്ക് നോക്കാം. ക്ലോറിൻ പ്ലസ് H2S ഒരു ഹൈഡ്രൈഡാണ്. കൂടുതലുള്ളത് ആരാ? സൾഫർ, നോൺ മെറ്റലാണ്. ആ നോൺ മെറ്റലായ സൾഫറിനെ തള്ളി മാറ്റിയിട്ട് ക്ലോറിൻ കയറിയിരിക്കുന്നു. അന്നേരം ഇവിടെ പ്രൊഡക്റ്റ് കിട്ടുകയാണ് HCl. സൾഫറിന്റെ സ്ഥാനത്ത് Cl കയറി HCl ആയി മാറി. പാവപ്പെട്ട സൾഫർ എന്തായി മാറി? സൾഫറായി പുറത്തേക്ക് മാറുന്നു. അന്നേരം Cl2 പ്ലസ് H2S ഗീവ്സ് 2HCl പ്ലസ് S. നമുക്ക് ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ ഒന്ന് പരിശോധിച്ചാലോ? ക്ലോറിൻ വെറുതെ ക്ലോറിൻ ഇരുന്നാൽ അവിടെ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല കേട്ടോ. ക്ലോറിൻ വെള്ളത്തിലാണ്. വെള്ളത്തിൽ ക്ലോറിൻ എടുക്കുകയാണ്. ക്ലോറിൻ വെള്ളത്തിൽ കലക്കുന്നു. കലക്കി കഴിയുമ്പോൾ അവിടെ ക്ലോറിൻ പ്ലസ് H2O ഗീവ്സ് HCl പ്ലസ് HOCl. പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണ് HClഉം HOClഉം. ഇനി ഈ HOClഉം HClഉം അടങ്ങിയിരിക്കുന്ന ലായനിയിലോട്ട് നമ്മളൊരു കളറുള്ള ഒരു തുണി എടുത്ത് മുക്ക് വെക്കുകയാണെങ്കിൽ ആ തുണിയിലെ കളറ് എന്തായി മാറുന്നു? കളർലെസ് ആയി മാറുന്നു. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. കളർ പ്ലസ് HOCl ഗീവ്സ് HCl പ്ലസ് നേസന്റ് ഓക്സിജൻ. ആ നേസന്റ് ഓക്സിജൻ ഹൈലി ആക്റ്റീവാ. ആ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ആ ഓക്സിജൻ ആ കളറിനെ കൂടെ കൂട്ടി അങ്ങ് എടുത്തോണ്ട് പോവുക. കളറിനെ കൂട്ടി അങ്ങ് പോകുമ്പോൾ ആ കളർ എന്തായി മാറുന്നു? കളർലെസ് ആയി മാറുന്നു. നമ്മൾ റിയാക്ഷൻ കാണുകയാണ്. Cl2 plus H2O gives HCl plus HOCl.
ഇനി നമ്മൾ ഈ ക്ലോറിൻ വാട്ടർ എന്തായാലും എന്ത് ചെയ്തു, അത് കളറുള്ള തുണിയുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് HOCl റിയാക്ട് ചെയ്യുന്നു. HOCl എന്തായി മാറുന്നു? HCl പ്ലസ് നേസൻ ഓക്സിജൻ ഈ തുണിയിലെ കളറിനെ കളർലെസ് ആക്കി മാറ്റുന്നു. ഇവിടെ നമ്മുടെ സംഭവിക്കുന്ന എന്താണ്? കളറുള്ള വസ്തുവിന് ഓക്സിഡേഷൻ സംഭവിച്ച് അത് കളർലെസ് ആയി മാറി അവസാനം ഒട്ടും കളറില്ലാതെ മാറുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്സിഡേഷൻ നടക്കുകയാണ് കളറുള്ള വസ്തുവിന്, അത് കളർലെസ് ആയി മാറുന്നു. ബ്ലീച്ച് ഓക്സിഡൈസ്ഡ് ഫോം, റിഡക്ഷൻ ബ്ലീച്ച് റെഡ്യൂസ്ഡ് ഫോം. ഓക്സിഡൈസ്ഡ് ഫോമും റെഡ്യൂസ്ഡ് ഫോമുമാണ് ബ്ലീച്ച് നടക്കുന്നത്. ഇനി എന്താണ് ക്ലോറിന്റെ യൂസസ് എന്ന് നമുക്കൊന്ന് പഠിക്കാം. ക്ലോറിൻ കിൽസ് ബാക്ടീരിയ. ഇറ്റ് ഈസ് എ ഡിസ്ഇൻഫെക്റ്റന്റ്. ക്ലോറിൻ ബാക്ടീരിയയെ കൊല്ലുന്നു. ഇതൊരു ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു ട്രീറ്റ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സ്വിമ്മിംഗ് പൂൾ വാട്ടർ. നിങ്ങൾക്കറിയാം സ്വിമ്മിംഗ് പൂളിലൊക്കെ 100 നിങ്ങൾ പല സ്ഥലങ്ങളിലും ഇതിനൊക്കെ പോണ അല്ലേ, അവിടെയൊക്കെ നിങ്ങൾക്കറിയാം സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ ഇറങ്ങുന്ന. ഇപ്പം പകർച്ചവ്യാധികളുള്ള സമയമാണേലും അല്ലേലും ഒക്കെ അതിനെയൊക്കെ മാറ്റാൻ വേണ്ടി ഈ വെള്ളത്തിനകത്ത് ഇഷ്ടംപോലെ ക്ലോറിൻ കലക്കി കൊടുക്കും. അത് ക്ലോറിൻ കിൽസ് ബാക്ടീരിയ. ഇറ്റ് ഈസ് എ ഡിസ്ഇൻഫെക്റ്റന്റ്. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ chlorine chemistry is used in the production of large proportion of all principal drugs. അതുപോലെ chlorine is used as an oxidizing agent and in substitution reaction. ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് ക്ലോറോഫോം, കാർബൺ ടെട്രാക്ലോറൈഡ്, പോളിവിനൈൽ ക്ലോറൈഡ് ആൻഡ് സിന്തറ്റിക് റബ്ബർ. നമ്മുടെ ലാബിൽ തന്നെ എത്രമാത്രം കെമിസ്ട്രി, ക്ലോറോഫോം, HCl അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇതെല്ലാം നമ്മുടെ ക്ലോറിന്റെ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതാണ്. Chlorine gas is very poisonous and was used as a chemical weapon during the war. യുദ്ധത്തിലൊക്കെ വെപ്പൺ ആയിട്ടാണ് നമ്മുടെ ക്ലോറിൻ ഗ്യാസ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? നശീകരണം, പോയിസൺ ആണിത്. പിന്നെ നമ്മൾ ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിനെ പറ്റി പറയുകയാണെങ്കിൽ, ക്ലോറിൻ വാട്ടർ ഓൺ സ്റ്റാൻഡിങ് ലോസസ് ഇറ്റ് യെല്ലോ കളർ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് HCl ആൻഡ് HOCl. ക്ലോറിൻ വാട്ടർ യെല്ലോ കളറാണ്. അത് കുറച്ചു നേരം കഴിയുമ്പോൾ ആ ക്ലോറിന്റെ യെല്ലോ കളർ അങ്ങ് മാറുന്നു. എന്താണ് കാരണം? ക്ലോറിൻ പ്ലസ് H2O ഗീവ്സ് HCl പ്ലസ് HOCl. ഇതിന് ബ്ലീച്ചിങ് ആക്ഷൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഓക്സിഡേഷൻ. Cl2 പ്ലസ് H2O ഗീവ്സ് HCl പ്ലസ് ഓക്സിജൻ. ആ ഓക്സിജൻ പറഞ്ഞ പേരാണ് നേസൻ ഓക്സിജൻ. റിയാക്ഷൻ ഷോയിങ് ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് Cl. ഇതാണ് റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് കേട്ടോ, നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ. നമുക്ക് പറയാം ക്ലോറിൻ ഈസ് യൂസ്ഡ് ഫോർ ബ്ലീച്ചിങ് പൗഡർ. Chlorine is used for the manufacture of bleaching powder and liquid bleaches, to bleach fabrics, the manufacture of wide range of chloro-organic solvents. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് ക്ലോറിൻ ഉപയോഗിക്കുന്നു. ഇപ്പം നമ്മൾ ക്ലോറിൻ്റെ ഉപയോഗമാണ് പഠിച്ചത്. അടുത്തായിട്ട് ക്ലോറിൻ്റെ കോമ്പൗണ്ടായ ഹൈഡ്രജൻ ക്ലോറൈഡിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡ് അതിൻ്റെ ലാബിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് സോഡിയം ക്ലോറൈഡ് പ്ലസ് H2SO4 ഗീവ്സ് NaHSO4 പ്ലസ് HCl. NaCl പ്ലസ് NaHSO4 ഗീവ്സ് HCl പ്ലസ് സോഡിയം സൾഫേറ്റ്. സോഡിയം ക്ലോറൈഡ് പല വിധത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് സോഡിയം ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് HCl ഉണ്ടാകുന്നു. ഹൈഡ്രജൻ ക്ലോറൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ്, ഇറ്റ് ഈസ് എ കളർലെസ് ആൻഡ് പഞ്ചന്റ് സ്മെല്ലിംഗ് ഗ്യാസ്. കളർലെസ് ആണ്. ഇറ്റ് ഈസ് ഈസിലി ലിക്വിഫൈഡ് ആൻഡ് ഫ്രീസസ് ടു എ വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ്. ഇറ്റ് ഈസിലി ലിക്വിഫൈഡ് ആണ്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി സോലുബിൾ ഇൻ വാട്ടർ. വെള്ളത്തിൽ ലയിക്കുന്നു. It reacts with ammonia and give white fumes of ammonium chloride. It reacts with the ammonia and gives white fumes of NH4Cl. അതുപോലെ നമ്മൾ HClന്റെ ഉപയോഗം പറയുകയാണെങ്കിൽ അക്വാ റീജിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അക്വാ റീജിയ എന്താണ്? അക്വാ റീജിയ, when 3 parts of concentrated HCl and 1 part of the concentrated HNO3 are mixed, aqua regia is formed, which is used to dissolve noble metals. ഏതൊക്കെയാണ് നോബിൾ മെറ്റൽസ്? നമ്മുടെ ഗോൾഡ്, പ്ലാറ്റിനം, അതിനെയൊക്കെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി അക്വാ റീജിയ ഉപയോഗിക്കാം.
3:1 ഓർത്തിരിക്കുക. HCl ആണ് 3, HNO3യുടെ റേഷ്യോ 1, 3:1 HCl ആൻഡ് HNO3. HCl ഡീകമ്പോസസ് സോൾട്ട് ഓഫ് വീക്കർ ആസിഡ്. വീക്കർ ആസിഡാണ് ആയിട്ടുള്ളതിനെയൊക്കെ HCl ഡീകമ്പോസസ് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ്. Na2CO3 plus HCl plus gives NaCl plus H2O plus CO2. ആ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡീകമ്പോസസ് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ്. എക്സാമ്പിൾ കാർബണേറ്റ്സ്, hydrogen carbonate, sulfate. Na2CO3 plus HCl gives NaCl plus H2O plus CO2. NaHCO3 plus HCl gives NaCl plus H2O plus CO2. Na2SO3 plus HCl gives NaCl plus H2O plus SO2. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡീകമ്പോസസ് സോൾട്ട് ഓഫ് വീക്കർ ആസിഡ്, കാർബണേറ്റ്, ഹൈഡ്രജൻ കാർബണേറ്റ്, സൾഫേറ്റ്സ് ഒക്കെ ആണ്. എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഇത്രയും പഠിച്ചാൽ when HCl react with iron it forms ferrous chloride and not ferric chloride. Why? Its reaction with iron produces H2. Fe plus HCl gives FeCl2 plus H2. Liberation of hydrogen prevents the formation of ferric chloride. ഒരു പൗഡേർഡ് അയണുമായിട്ട് HCl റിയാക്ട് ചെയ്യുമ്പോൾ ഫെറസ് ക്ലോറൈഡ് ആണ് ഉണ്ടാകുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു നേരത്തെ, ഓക്സിഡേഷൻ എന്നൊക്കെ പഠിച്ചായിരുന്നു. എന്തുകൊണ്ടാണ് ഫെറിക് ക്ലോറൈഡ് ഉണ്ടായില്ല എന്നിട്ട് അവിടെ ആൻസർ പറയുകയാണ്. ഫെറസ് പൗഡേർഡ് അയൺ HClയുമായിട്ട് കമ്പൈൻ ചെയ്തപ്പോൾ FeCl2 plus H2 ആയിട്ട് മാറി. അതിന് കാരണം ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ, H2 ഗ്യാസ് ഇവിടുന്ന് ലിബറേറ്റ് ചെയ്തു. ദാറ്റ് പ്രിവെന്റ്സ് ദ ഫോർമേഷൻ ഓഫ് ഫെറിക് ക്ലോറൈഡ്. FeCl3 ആകുന്നതിൽ നിന്ന് അത് പിന്തിരിപ്പിച്ചു. H2 ഇവിടെ ഉണ്ടായതുകൊണ്ട് FeCl2 FeCl3 ആയി മാറിയില്ല. ഇവിടെ നമ്മൾ പഠിക്കുകയാണ് ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ പ്രിവെന്റ്സ് ദ ഫോർമേഷൻ ഓഫ് ഫെറിക് ക്ലോറൈഡ്. ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ പ്രിവെന്റ്സ് ദ ഫോർമേഷൻ ഓഫ് ഫെറിക് ക്ലോറൈഡ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? When HCl react with powdered iron, it forms ferrous chloride and not ferric chloride. Why? അന്നേരം നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഇക്വേഷൻ. HCl plus Fe gives FeCl2 plus H2. ഇവിടുത്തെ ബൈ പ്രൊഡക്റ്റ് ആണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്താണ്? ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ഇവിടുന്ന് ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ഫെറിക് ക്ലോറൈഡ് ആകാത്തത്. HClന്റെ യൂസ് ആണ് അക്വാറീജിയ. നമുക്ക് കാണാം ഈ ഫിഗറിനകത്ത് ഇതെവിടെ അക്വാറീജിയ ആണ്. അക്വാറീജിയക്കകത്ത് ഗോൾഡ് ഇടുന്നു. ഗോൾഡ് നമുക്ക് അത് ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും. എന്താണ് അക്വാറീജിയ? നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അക്വാറീജിയ? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് നൈട്രിക് ആസിഡ് ആൻഡ് HCl. റേഷ്യോ നൈട്രിക് ആസിഡിന്റെ ഇവിടെ 1 ആണ്, HCl 3 ആണ്. ഓർത്തിരിക്കുക, 1:3 റേഷ്യോയാണ് അക്വാറീജിയക്കുള്ളത്. അക്വാറീജിയ ഇസ് എ യെല്ലോ ഓറഞ്ച് ഫ്യൂമിംഗ് ലിക്വിഡ്. യെല്ലോ ലിക്വിഡ് ആണത്. ഇറ്റ് ഡിസോൾവ് നോബിൾ മെറ്റൽസ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം, ദോ നോട്ട് ഓൾ മെറ്റൽസ്. എല്ലാ മെറ്റൽസിനും ഇല്ല, നോബിൾ മെറ്റൽസ് ആയ ഗോൾഡിനെയും പ്ലാറ്റിനത്തെയും. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ യൂസസ് എന്തൊക്കെയാണ്? നിങ്ങളൊരു ഫെവിക്കോളിന്റെ ഒക്കെ പടം കാണുന്നുണ്ട്. അത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ യൂസ് ആണ് ടു മാനുഫാക്ചർ ഗ്ലൂ, അതുപോലെ ടു പ്യൂരിഫൈ കോമൺ സോൾട്ട്. കോമൺ സോൾട്ട് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്. ടു പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ക്ലോറൈഡ്സ് ഫോർ ബ്ലീച്ചിങ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഗ്ലൂ നിർമ്മിക്കാൻ, കോമൺ സോൾട്ട് പ്യൂരിഫൈ ചെയ്യാൻ, അതുപോലെ പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ക്ലോറൈഡ്സ് ഫോർ ബ്ലീച്ചിങ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഓർത്തിരിക്കുക. Hydrochloric acid is to purify the table salt. It is used for regulating the acidity of solution. It is used to control the pH of pharmaceutical product, foods and drinking water. It is also used for neutralizing waste streams. അടുത്തായിട്ടുള്ള കോമ്പൗണ്ട്സ് നമ്മുടെ ക്ലോറിന്റെ ഓക്സോ ആസിഡ്സ്.
ഓക്സോ ആസിഡ്സ്, അതുപോലെ ഹാലജൻസിൻ്റെ ഓക്സോ ആസിഡ്സ്. ഫ്ലൂറിൻ ഫോംസ് ഓൺലി വൺ ഓക്സോ ആസിഡ്. നമ്മുടെ ഫ്ലൂറിൻ ഒറ്റ ഓക്സോ ആസിഡേ ഉണ്ടാകുന്നുള്ളൂ. അതിൻ്റെ പേരാണ് ഫ്ലൂറിക് 1 ആസിഡ് അല്ലെങ്കിൽ ഹൈപ്പോഫ്ലൂറസ് എന്ന് പറയും. അതിൻ്റെ ഫോർമുല ആണ് HOF. എന്താ ഓക്സോ ആസിഡ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഹാലജൻ്റെ കൂടെ ഓക്സിജനും ഹൈഡ്രജനും കൂടെ വന്ന് അത് ആസിഡായി മാറുന്നതിനെയാണ് ഓക്സോ ആസിഡ് എന്ന് പറയുന്നത്. ഈ ഫ്ലൂറിൻ്റെ ഒറ്റ ആസിഡിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. HOF ഫ്ലൂറിന് 1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫ്ലൂറിക് 1 ആസിഡ് ഓർ ഹൈപ്പോഫ്ലൂറസ് ഓർത്തിരിക്കുക. ഇത് കാരണം ഫ്ലൂറിൻ്റെ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണമാണ്. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഫ്ലൂറിൻ -1 എന്നുള്ളത് നമുക്കറിയാം. ഇനി ആസിഡ് സ്ട്രെങ്ത്, ഏറ്റവും കൂടുതൽ ആസിഡ് സ്ട്രെങ്ത് ഇപ്പം HOCl, HClO2, HClO3, HClO4. ക്ലോറിൻ്റെ പലതരത്തിലുള്ള ഓക്സോ ആസിഡാണ് നമ്മളിവിടെ കാണുന്നത്. ഏറ്റവും കൂടുതൽ ആസിഡ് സ്ട്രെങ്ത് HClO4-നാണ്. അത് കഴിഞ്ഞാണ് HClO3, HClO2, HOCl. ഇനി അതിൻ്റെ റീസൺ പറയുകയാണ്. HClO4 H+Cl+Cl+O4 ആയി മാറുന്നു. അതിൻ്റെ ബോണ്ട് സ്ട്രെങ്തിൻ്റെ കാര്യം പറയാം. അത് പിന്നെ ആസിഡ് സ്ട്രെങ്ത് ഓഫ് HOF-ഉം HOCl-ഉം HOBr-ഉം HOI-യും എടുക്കുകയാണെങ്കിൽ HOF-നാണ് ആസിഡ് സ്ട്രെങ്തിൻ്റെ ഇത് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ബിക്കോസ് ഫ്ലൂറിൻ ഈസ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ്. ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആണ്. നമുക്കിവിടെ പലതരത്തിലുള്ള ഓക്സോ ആസിഡിനെ കാണുകയാണ്. ഹൈപ്പോഹാലസ് ആസിഡ്, ഹാലിക് 1, അതിനകത്ത് ഇവിടെ 1 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ. HOF ഹൈപ്പോഫ്ലൂറസ് ആസിഡ്, ഹൈപ്പോക്ലോറസ് ആസിഡ്. എന്താണ് ഹൈപ്പോക്ലോറസ് ആസിഡ്? അതിൻ്റെ ഫോർമുല HOCl. നമുക്ക് HOCl-ന്റെ സ്ട്രക്ചർ പറയുകയാണ്. HOCl ഹൈപ്പോക്ലോറസ് ആസിഡ്. ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്. അടുത്ത ഇതാണ് ഹാലിക് 3. അതിന്റെ ഓക്സിഡേഷൻ 3 ആണ്. 3 വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ കാണുകയാണ് HOClO ക്ലോറസ് ആസിഡ്. HOClO ക്ലോറസ് ആസിഡ്. ക്ലോറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ HO നമ്മളിവിടെ കാണുകയാണ് HOClO അതാണ് ക്ലോറസ് ആസിഡ്. അടുത്ത ടൈപ്പാണ് ഹാലിക് 5 ആസിഡ്. ഹാലിക് 5 ആസിഡ് നമുക്ക് HOClO2, അതിന് പറഞ്ഞു പറഞ്ഞ ക്ലോറിക് ആസിഡ് HOClO2. പിന്നെ ബ്രോമിൻ്റെ ആണെങ്കിൽ ബ്രോമിൻ ആസിഡ് HOBrO2 ആണ്. അടുത്താണ് അയോഡിക് ആസിഡ് HOIO2 ആണ്. അയോഡിക് ആസിഡ്. ക്ലോറിക് ആസിഡിന്റെ ഇതാണ് HOClO2 ആണ് ക്ലോറിക് ആസിഡ്. അതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിക്കേ. Cl 2 ഓക്സിജൻ ഡബിൾ ബോണ്ട് ആയിട്ട് താഴോട്ട് പോകുന്നു. പിന്നെ ഉള്ളത് ഒരു OH ആയിട്ട് മുകളിലോട്ട് പോകുന്നു. OH Cl ഡബിൾ ബോണ്ട് O ആണ് വരുന്നത്. അടുത്താണ് പെർക്ലോറിക് ആസിഡ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുകയാണ് പെർക്ലോറിക് ആസിഡ്. HOClO3 ആണ്. HOClO3 പെർക്ലോറിക് ആസിഡ്. HOClO3 പെർക്ലോറിക് ആസിഡ്. ഇതിനകത്ത് ഹാലിക് 7 ആസിഡ് എന്നാണ് പറയുന്നത്. ഹാലിക് 7 എന്തിനും +7 ആണ് അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +7 ഓർത്തിരിക്കുക. ഇനി പെർ ബ്രോമിക് ആസിഡ്, പെർ അയോഡിക് ആസിഡ്, ഇതെല്ലാം അതിനകത്ത് ഹാലജൻസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 7. ഇവിടെ 5. ഹാലിക് 5 ആസിഡ്, ഹാലിക് 3 ആസിഡ്, ഹാലിക് 1 ആസിഡ്. നേരം ഹൈപ്പോഫ്ലൂറസ് ആസിഡാണ് നമ്മളിപ്പം കണ്ടത്. അതുപോലെ പലതരത്തിലുള്ള ക്ലോറസ് ആസിഡ്, ക്ലോറിക് ആസിഡ്, പെർക്ലോറിക് ആസിഡ്, ഇവയുടെ എല്ലാം സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു. HOClന്റെ ഫോർമുല സ്ട്രക്ചർ കണ്ടല്ലോ. ക്ലോറിനകത്ത് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +1. ഈ ആസിഡിനകത്ത് ക്ലോറിന്റെ ഓക്സിഡേഷൻ +1 ആണ്. HOClOയ്ക്കകത്ത് ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. +3. അതുപോലെ ഈ ആസിഡിനകത്ത് ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. ഇതിനകത്ത് +7 ആണ്. +7. ഓക്കെ. ഇനി ലാസ്റ്റത്തെ പാർട്ടാണ്
ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. എന്തായിരിക്കും? ഹാലജൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്ത് ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിനെയാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. ഫോർ എക്സാമ്പിൾ, ഫ്ലൂറിനും ക്ലോറിനും, അതെല്ലാം ആരാണ്? ഹാലജനാണ്. അവർ രണ്ടുപേരോട് കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന കോമ്പൗണ്ടിനെയാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. ഇത് നമ്മളൊരു ജനറൽ ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ടു ഡിഫറെന്റ് ഹാലജൻ ആറ്റംസ്. ജനറൽ ഫോർമുല XX dash n where n equal to 1, 3, 5 and 7. 1, 3, 5 or 7. These are covalent compounds. ഇത് ഏതാണ്? കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്. All these are covalent compounds. Interhalogen compounds are more reactive than halogen. Interhalogen compounds are more reactive than halogen because XX dash is more polar bond than XX bond. ഇപ്പം CLFും CL2 തമ്മിൽ റിയാക്ഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ CLFിന്റെ റിയാക്ടിവിറ്റിയാണ് കൂടുതൽ. കാരണം അതിന്റെ ബോണ്ട്, ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ ഹാലജൻ ബിക്കോസ് XX dash is more polar bond than XX. Okay? Interhalogen compound all are diamagnetic. Diamagnetic ആയിരിക്കും. Their melting point is little higher than halogens. ഇവിടെ നമ്മൾ പല ടൈപ്പിലുള്ള ഇന്റർഹാലജൻ കോമ്പൗണ്ട് കാണുവാണ്. AX എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റം കൂടി ചേർന്ന്. എക്സാമ്പിൾ CLF, BRF, BRCl, ICl, IBR ഒക്കെ AX ടൈപ്പ്. ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഷേപ്പ്, നേർരേഖ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. A എന്ന് പറയുന്നത് വലിയ ആറ്റമായിരിക്കും എക്സിനേക്കാളും. A എന്ന് പറയുന്നത് എക്സിനേക്കാളും വലിയ മാറ്റമായിരിക്കും. അതാണ് CLF വരുന്നത്. എയുടെ സ്ഥാനത്താണ് CL ഇട്ടിരിക്കുന്നത്. ക്ലോറിൻ, നമുക്കറിയാം ക്ലോറിനാണ് ഫ്ലൂറിനേക്കാളും വലിയ ആറ്റം. അതുകൊണ്ടാണ് ക്ലോറിൻ CLF എന്നിടുന്നത്. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കിയ AX ടൈപ്പ് BRF. BRF എന്ന് പറഞ്ഞാൽ ബ്രോമിനാണ് ഫ്ലൂറിനേക്കാളും വലുത്. അതുകൊണ്ടാണ് BRF എന്നിട്ടിരിക്കുന്നത്. A എന്ന് പറയുന്ന ആറ്റം എല്ലാം എക്സിനേക്കാളും വലുതായിരിക്കും. ഓർത്തിരിക്കുക. ഇതിന്റെ എല്ലാ ഷേപ്പ് എന്താണ്? ലീനിയർ ഷേപ്പാണ്. അടുത്താണ് നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത് ഈ AXന് XX ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അന്നേരം X എന്ന് പറയുന്നതായിരിക്കും ലാർജ് സൈസ് ആറ്റം. അടുത്ത ടൈപ്പാണ് AX3. AX3 എന്ന് പറഞ്ഞാൽ ഒരു ഹാലജൻ ആറ്റവും കൂടെ 3 അടുത്ത ഹാലജൻ ആറ്റവും. ഫോർ എക്സാമ്പിൾ CLF3, BRF3, ICl3. ഇവിടെ എല്ലാം നിങ്ങൾ എല്ലാം ഒബ്സർവ് ചെയ്യാണ്. എക്സിനേക്കാളും അല്ലെങ്കിൽ വലിയ സൈസ് ഉള്ളതാണ് A എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പാണ് AX5. എക്സാമ്പിൾ BRF5, IF5. AX5ന്റെ ഷേപ്പ് സ്ക്വയർ പിരമിഡൽ ഷേപ്പാണ്. AX3യുടെ ഷേപ്പ് ബെൻഡ് T ഷേപ്പാണ്. AX7 എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. IF7. ഓക്കെ, പെന്റഗണൽ ബൈപിരമിഡൽ ഷേപ്പാണ്. ഏതാ ഷേപ്പ്? പെന്റഗണൽ ബൈപിരമിഡൽ ഷേപ്പ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്, ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ്. ഇനി നമുക്ക് ഇനി ഷേപ്പ് ഒക്കെ ഒന്ന് നോക്കാം. അതുപോലെ ഇന്റർഹാലജന്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ദീസ് മോളിക്യൂൾസ് ആർ കോവാലന്റ് ഇൻ നേച്ചർ. ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ് കോവാലന്റ് ആണ്. These compounds are colorless. Boiling point increases with electronegative differences. Thermal stability decreases with the decrease in electronegative difference. അതുപോലെ അതിന്റെ റിയാക്ടിവിറ്റി പറയുകയാണെങ്കിൽ AB type of compounds are more reactive than A2 and B2 molecule. AB type of compound are more reactive than A2 and B2 molecule. Okay? Preparation. Direct combination നടത്തി ഹാലജനെ നമുക്ക് ഇന്റർഹാലജൻ ആക്കാം. Cl2 plus F2 ഈക്വൽ വോളിയം എടുക്കുക. 437 കെൽവിനകത്താക്കുമ്പോൾ അത് CLF ആയി മാറുന്നു. Interhalogen compounds can be prepared by the direct combination by the action of halogen. ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ആണ് ഈ ടെമ്പറേച്ചർ ഒക്കെ. Cl2 plus 3F2 573 കെൽവിനകത്ത് ഹീറ്റ് ചെയ്യുമ്പോഴാണ് അത് 2ClF3 ആയി മാറുന്നത്. 2ClF3.
അടുത്തപോലെ I2 plus Cl2 gives 2ICl. അതുപോലെ I2 plus 3Cl2 gives 2ICl3. Br2 plus F2 gives BrF3. Br2 plus 5F2 gives BrF5. നമ്മൾ ഇത് ഒന്ന് എഴുതി പഠിക്കുക. Interhalogen compounds can be prepared by the direct combination or by the action of halogen on lower interhalogen compounds. Okay. Reactivity of halogen towards other halogen പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കാണാം halogen combines amongst themselves to form a number of compounds. പല ടൈപ്പ് പഠിച്ചു. XX dash, XX3, XX5, XX7. വേർ X എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ് ഹാലജൻ, X ഡാഷ് എന്ന് പറഞ്ഞാൽ സ്മോളർ സൈസ്. ഇതാണ് ഇന്റർഹാലജൻ കോമ്പൗണ്ട്സിന്റെ പല ടൈപ്പ് പറയുന്നത്. നമുക്ക് അതിന്റെ ഷേപ്പ് ഒന്ന് പഠിക്കാം. ഇന്റർഹാലജന്റെ XY ടൈപ്പ് ആണെങ്കിൽ അയഡിനും ബ്രോമിനും ഒരു ഇന്റർഹാലജൻ XY ടൈപ്പ് ആണ്. ഇത് ലീനിയർ ഷേപ്പാണ്. ലീനിയർ. ഇറ്റ് ഈസ് പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ഹാർഡ്, ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്, ഗ്രേ വയലറ്റ് കളറാണ്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഇലമെന്റ്. ഇന്റർഹാലജൻ കോമ്പൗണ്ട് എന്നതിന്റെ ലീനിയർ ഷേപ്പ് നിങ്ങൾ കണ്ടു. ഇനി XY3 എങ്ങനെയാണെന്ന് നോക്കാം. XY3യുടെ ഷേപ്പാണ് T ഷേപ്പ് എന്ന് പറഞ്ഞു. T ഷേപ്പ് XY3യുടെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ Cl2 on F2. എന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുവാണ് ClF3. ClF3. ഓക്കെ, ഇതിന്റെ ClF3യുടെ ഈ ഷേപ്പ് Cl നടുക്ക് 3 ഫ്ലൂറിനാറ്റം, Clന്റെ മുകളിലായിട്ട് 2 ലോൺ പെയർസ് കിടക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് ബെൻഡ് T ഷേപ്പ്. ബെൻഡ് T ഷേപ്പ് എന്നാണ്. T ഇതാണ് T. വെറും അത് ഒരു ബെൻഡ് ഉണ്ട്, അതുകൊണ്ടാണ് ബെൻഡ് T ഷേപ്പ് എന്ന് പറയുന്നത്. ബെൻഡ് T ഷേപ്പ്. It is prepared by the action of chlorine on fluorine at 200 to 300 degrees Celsius in a copper vessel. Okay, bend T shape നിങ്ങൾ പരിചയപ്പെട്ടു. അന്നേരം ഇതൊന്ന് വരച്ചു വെക്കണം, ബെൻഡ് T ഷേപ്പ് എന്താണെന്ന്. അടുത്ത ടൈപ്പാണ് XY5. അതായത് എക്സാമ്പിൾ IF5. അയഡിനും 5 ഫ്ലൂറിനും കൂടെ കൂടിച്ചേരുന്നു. അയഡിനും 5 ഫ്ലൂറിനും കൂടെ കൂടിച്ചേരുന്നതാണ്. ഇവിടെ നമുക്ക് ഇത് കാണാം. ഇതിന് പേരാണ് സ്ക്വയർ പിരമിഡൽ. സ്ക്വയർ പിരമിഡൽ ഷേപ്പാണ് ഈ കാണുന്നത്. സ്ക്വയർ പിരമിഡൽ. IF5നെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കളർലെസ് ലിക്വിഡ്, മെൽറ്റിംഗ് പോയിന്റ് 9.6, ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇവിടെ നോക്കിയേ, ഐഡി നടുക്ക് 5 ഫ്ലൂറിനാറ്റങ്ങളെ ചുറ്റും ഒരു ലോൺ പെയർ ഇവിടെ ഉണ്ട്. ഓക്കെ, അടുത്താണ് XY7 ടൈപ്പ്. നടുക്ക് 7 ഫ്ലൂറിൻ. ഐയും എഫും തമ്മിൽ നിങ്ങൾക്ക് അറിയാം, ഐയുടെ സൈസ് വളരെ കൂടുതലാണ്, എഫിന്റെ സൈസ് കുറവാണ്. അങ്ങനെയുള്ള ടൈപ്പേ ഉള്ളൂ. നമുക്കിങ്ങനെ 7 ടൈപ്പ് ആകാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് പെന്റഗണൽ ബൈപിരമിഡൽ ഷേപ്പാണിത്. നടുക്ക് 7 ഫ്ലൂറിനാറ്റം ചുറ്റും, എന്നിട്ട് വേറൊരു പ്ലെയിനിൽ മുകളിലും താഴെയുമായിട്ട് 2 ഫ്ലൂറിനാറ്റവും. ഇതാണ് അയഡിൻ ഹെപ്റ്റാഫ്ലൂറൈഡിന്റെ സ്ട്രക്ചർ. നമ്മൾ ഈ കണ്ട സ്ട്രക്ചറൊക്കെ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ClF3 ഇത് ഏത് ഷേപ്പാണ്? നിങ്ങൾ തന്നെ പറ. ബെൻഡ് T ഷേപ്പ്. ബെൻഡ് T ഷേപ്പ്. T ഷേപ്പ്. ഇതേതാണ്? IF7 ആണെങ്കിൽ നിങ്ങൾ ഈ സ്ട്രക്ചർ കണ്ടു. സ്ട്രക്ചർ കണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ ഷേപ്പ്? പെന്റഗണൽ ബൈപിരമിഡൽ. ഓർത്തിരിക്കുക, ഈ ഷേപ്പിന് പറയുന്ന പേരാണ് പെന്റഗണൽ ബൈപിരമിഡൽ ഷേപ്പ്. അടുത്താണ് IF5 ആണ്. IF5നകത്ത് നമ്മൾ 5 ഫ്ലൂറിനാറ്റം അയഡിന്റെ ചുറ്റും നിൽക്കുന്നു. ഈ ഷേപ്പിന് പറയുന്ന പേരാണ് സ്ക്വയർ പിരമിഡൽ ഷേപ്പ്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഫ്ലൂറിന്റെ ചുറ്റും കാണിച്ചിരിക്കുന്ന ഈ ഡോട്ട് കാണിച്ചിരിക്കുന്ന എന്താണ്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ BrF3യുടെ ഷേപ്പ് എന്ന് പറഞ്ഞാലോ? നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാം. ദ ഷേപ്പ് വുഡ് ബി സ്ലൈറ്റ്ലി ബെൻഡ് T ഷേപ്പ് അല്ലേ? വാലൻസ് ഷെയർ തിയറി അനുസരിച്ച്
വാലൻസ് ഷെൽ തിയറി അനുസരിച്ച് നമുക്ക് ഇതെങ്ങനെ പറയാം? The central atom bromine has 7 electrons. 3 of these will form electron pair bonds with the fluorine atom. അതുകൊണ്ട് there are 3 bond pairs and 2 lone pair. ഇവിടെ ബ്രോമിന് പറയാണ് ഫ്ലൂറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഉണ്ട്. നമുക്കിവിടെ എന്ത് കിട്ടുന്നു? ഇവിടെ ലോൺ പെയർ റിപ്പൽഷനും അങ്ങനെയുള്ള ഇതാണ്. The 2 lone pair will occupy the equatorial position to minimize lone pair and the bond pair lone pair repulsion. Repulsion ഒഴിവാക്കാൻ വേണ്ടി അവ അങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്. Which are greater than bond pair repulsion. In addition, the axial fluorine atom will be bent. ഇവിടെ റിപ്പൽഷൻ ഒഴിവാക്കാൻ വേണ്ടിയൊക്കെയാണ് അതിന് ഷേപ്പ് എന്തായിട്ട് വന്നിരിക്കുന്നത്? ബെൻഡ് ടി ഷേപ്പ്. ഓർത്തിരിക്കുക, ബെൻഡ് ടി ഷേപ്പ്. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് BrF3യുടെ ഷേപ്പ് എന്ന് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ഹാലജനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോർ റിയാക്റ്റീവ് ആണ്. ഓർത്തിരിക്കുക, മോർ റിയാക്റ്റീവ് ദാൻ ഹാലജൻസ്. എക്സെപ്റ്റ് ഫ്ലൂറിന്റെ കാര്യത്തിൽ വ്യത്യാസമാണ് കേട്ടോ. ഫ്ലൂറിനെ വെച്ച് ബാക്കിയെല്ലാം ഹാലജനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ഹൈലി റിയാക്റ്റീവ് ആണ്. ദിസ് ഇസ് ബിക്കോസ് XX ബോണ്ട് ഇൻ ഇന്റർ ഹാലജൻ ഈസ് വീക്കർ ദാൻ XX ബോണ്ട്. ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിന്റെ യൂസസ് പറയുകയാണെങ്കിൽ used as non-water solvent, used as catalyst, used as fluorinating compounds. That interhalogen compounds എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നോൺ വാട്ടർ സോൾവെന്റ് ആയിട്ട്, കാറ്റലിസ്റ്റ് ആയിട്ട്, ഫ്ലൂറിനേറ്റിംഗ് കോമ്പൗണ്ട്സ് ആയിട്ട്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഗ്രൂപ്പ് 17 എലമെന്റ് ആയ ക്ലോറിനെ പറ്റിയാണ്. ക്ലോറിന്റെ കോമ്പൗണ്ട്സ്, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സിനെയൊക്കെ നമ്മൾ പരിചയപ്പെടുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. ഇനി നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കണം. അതുപോലെ എന്തെങ്കിലും P ബ്ലോക്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഓക്കെ, താങ്ക്സ് ഫോർ യുവർ അറ്റൻഷൻ. ഗോഡ് ബ്ലെസ് യു.